അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സർവശക്തനായ അള്ളാഹുവിനോട് എപ്പോഴും അതിനുവേണ്ടി ദുആ ചെയ്യുന്നു. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു നിസ്സാരക്കാരനല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന് വളരെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ മഹാനവറുകൾ മരണപ്പെട്ട സന്ദർഭത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലയോ സ്വഹാബ, സഅദിൻ്റെ ജനാസ നിങ്ങൾ ഖബറടക്കാൻ കൊണ്ടുപോകുന്നതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കലെന്ന് കൊണ്ടുവെക്കണം. എന്തിനാണ് പ്രിയപ്പെട്ട മാതാവേ ഉമ്മ സഅദിൻ്റെ ജനാസ നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ വെക്കേണ്ടതെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടിയുണ്ട്, ഞങ്ങൾക്കും കൂടി സഅദ് ബിൻ അബീ വഖാസിൻ്റെ ജനാസ നമസ്കരിക്കാൻ വേണ്ടിയാണ്. അത്രത്തോളം ശ്രേഷ്ഠനായ സഹാബിയാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ഒരു അഅറാബിയായ മനുഷ്യൻ വന്നു. ആ വന്ന മനുഷ്യനോ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. ഞാൻ ഒരുപാട് ശാരീരികമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ്. ഒരുപാട് രോഗങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നീറുന്ന നൂറ് പ്രയാസങ്ങളുണ്ട്. മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. മാനസിക പ്രയാസമുണ്ട് നബിയെ. ഇതിലൊക്കെ അപ്പുറം അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുന്ന ആളാണ് ഞാൻ. അന്നുള്ള അന്നത്തിന് പോലും വകയില്ല. സാമ്പത്തികമായിട്ടും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രയാസങ്ങൾ മാറാൻ, എൻ്റെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ട് മാറി എനിക്ക് ഐശ്വര്യവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി അങ്ങ് എനിക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണം. ഒരു ദിക്ർ, ഒരു ദുആ, ഒരു അമൽ, അത് ഞാൻ കൃത്യമായി നിർവഹിച്ചു കൊള്ളാമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സവിധത്തിൽ നീറുന്ന നൂറ് പ്രശ്നങ്ങളുമായി, വേദനിക്കുന്ന മനസ്സുമായി, 1000 ശാരീരിക അസ്വസ്ഥതകളുമായി വന്ന ആ മനുഷ്യനിക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കണം. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും നമ്മൾ ഇതിനെ പ്രാവർത്തികമാക്കണം. മാത്രമല്ല, ഇത് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്കും മരുമക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറട്ടെ, വിഷമങ്ങൾ മാറട്ടെ. നമുക്ക് പഠിപ്പിച്ചു തന്നത് മറ്റാരുമില്ല, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബി ആരാ? വമാ യന്തിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ ഒന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ അവിടുന്ന് വാനലോകത്ത് നിന്നും പ്രവാചകനിക്ക് എത്തിച്ചു കൊടുക്കാത്തൊരു കാര്യവും അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് തന്നിട്ട് പോയിട്ടില്ല. അപ്പോൾ അള്ളാഹു പറഞ്ഞു കൊടുത്തറിയിച്ചതനുസരിച്ച് നമുക്ക് തന്നിട്ട് പോയ വലിയൊരു അമാനത്താണ് ഈ ദിക്ർ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഇതിനെ പ്രാവർത്തികമാക്കണം. നിങ്ങൾ പറഞ്ഞു നോക്കൂ, അനധിവിദൂര ഭാവിയിൽ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. നമ്മൾ എത്രയോ ആളുകൾ ശാരീരികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, ഒരുപാട് രോഗങ്ങൾ പീഡയിൽ കഴിയുന്നവരുണ്ട്, എത്രയോ വർഷങ്ങളായി ബുദ്ധിമുട്ടുന്നവർ, നല്ലതുപോലെ ഒന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ, ഒന്ന് നടക്കാൻ കഴിയാത്തവർ, ഒന്ന് ഇരിക്കാൻ കഴിയാത്തവർ, ഒന്ന് ഓടാൻ കഴിയാത്തവർ, ഒന്ന് നല്ലതുപോലെ കിടക്കാൻ കഴിയാത്തവർ. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ 1000 ശാരീരിക വിഷമങ്ങൾ നമ്മളിൽ പല ആളുകൾക്കുമുണ്ട്. അതുപോലെ തന്നെ നീറുന്ന 1000 പ്രയാസങ്ങളുള്ളവർ, രാത്രിയിൽ മനസ്സ് സംഘർഷപ്പെട്ടിട്ട് ഉറക്കം വരാത്ത ആളുകൾ, മനസ്സ് വല്ലാതെ വേദനിക്കുന്നു, 100 കൂട്ടം കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അങ്ങനെ മനസ്സ് പ്രയാസപ്പെടുന്ന ആളുകൾ, ഇതിലൊക്കെ അപ്പുറം സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർ, അന്നത്തിന് പോലും ബുദ്ധിമുട്ടുന്നവർ, മക്കളെ പോറ്റാൻ പ്രയാസപ്പെടുന്നവർ, കുടുംബത്തിൻ്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരവുമായിട്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിതിനെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എല്ലാത്തിനും ഇത് പ്രാവർത്തികമാക്കി നോക്കൂ സഹോദരങ്ങളെ. അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരും. ഒരാളുടെ മുന്നിലും പോയി കൈ നീട്ടേണ്ട ഗതികേട് അല്ലാഹു നമുക്ക് തരുകയില്ല. ഒരു വിഷമവും നമുക്കുണ്ടാവുകയില്ല. എല്ലാ പ്രയാസങ്ങളും മാറി അല്ലാഹു അനുഗ്രഹത്തിൻ്റെ വാതായനങ്ങൾ തുറന്നു തരാം. ആ ദിക്റിലേക്ക് നമുക്ക് കടക്കാം. പ്രിയമുള്ളവരെ, ഈ ദിക്ർ നമ്മൾ എപ്പോഴാണ് ചൊല്ലേണ്ടത്? സുബഹി കഴിഞ്ഞിട്ടാണ് ചൊല്ലേണ്ടത്.
സുബഹി കഴിഞ്ഞിട്ടൊരു 3 പ്രാവശ്യം നമ്മൾ എല്ലാ ദിവസവും ഒന്ന് ചൊല്ലി നോക്കൂ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ചൊല്ലണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അക്ബർ കബീറ, വൽഹംദുലില്ലാഹി കസീറ, വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം. കൃത്യമായിട്ട് നമ്മൾ ഒരു പേപ്പറിൽ ഇതിനെ എഴുതി വെച്ചിട്ട് നമ്മൾ ഇതിനെ പ്രാവർത്തികമാക്കുക. കുറേ ദിവസം കണ്ട് പറയുക, അപ്പോൾ നമുക്കങ്ങ് കാണാതെ ആയിക്കൊള്ളും. ഈ ഹദീസിൽ ഒരു മാറ്റവും നമ്മൾ വരുത്തരുത്, ഒരേറ്റക്കുറച്ചിലും വരുത്തരുത്. കൃത്യമായി ഹദീസിൽ പറയപ്പെട്ട ദുആ ദിക്ർ അപ്രകാരം നമ്മൾ പറയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സന്ദേശമാണ്. ആ സഹാബി ഇത് പറഞ്ഞു, ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് ബഹുമാനികളെ, നമുക്കും നമ്മൾ അനുഭവിക്കുന്ന നീറുന്ന പ്രയാസങ്ങൾക്ക്, ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊക്കെയും ഒരു പരിഹാരമെന്ന നിലയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. എല്ലാവരും ഇതിനെ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി പോരുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ നിങ്ങളുടെ ദുആ വസിയ്യത്തുകളും അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ലോകത്തും യഥാർത്ഥ വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.